ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. രാജ്യത്തുടനീളം മാസങ്ങളായി ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യമാണിത്. നീറ്റ് പരീക്ഷയിലെ നിരന്തര വീഴ്ചകൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ തകർത്തിട്ടും നിരവധി വിദ്യാർത്ഥികൾ ജീവനൊടുക്കിയിട്ടും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കുകയാണ് BJP നേതൃത്വം. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രാജ്യതലസ്ഥാനം ഇത്രമേൽ ആളിക്കത്തിയിട്ടും പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാനെ രാജി ആവശ്യപ്പെടാൻ സാധിക്കുന്നില്ല? അതിന് ഒരു കാരണമേയുള്ളൂ. അയാൾ വെറുമൊരു മന്ത്രി മാത്രമല്ല. ഇന്ത്യയുടെ അധികാര രാഷ്ട്രീയത്തിന്റെ ഉന്നതമായ ഇടനാഴികളിൽ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന RSS നേതാവിന് വേറെയും മേൽവിലാസങ്ങളുണ്ട്. ആരാണ് ധർമ്മേന്ദ്ര പ്രധാൻ? മോദി മന്ത്രിസഭയിൽ അയാളുടെ സ്ഥാനം എന്തായിരുന്നു എന്ന് പരിശോധിച്ചാൽ തന്നെ ഇതിനുള്ള ഉത്തരം ലഭിക്കും. സംഘപരിവാർ ആശയത്തിൽ ഉറച്ച RSSന്റെ വിദ്യാർത്ഥി സംഘടനയായ ABVP-യിലൂടെയാണ് അയാൾ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ബജ്രംഗ് ദളിന്റെ ദേശീയ കൺവീനർ കൂടിയായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ. ഏത് ബജ്രംഗ് ദൾ? ഒഡീഷയിൽ ഗ്രഹാം സ്റ്റെയിനിനെയും മക്കളെയും ചുട്ടുകൊന്ന ബജ്രംഗ് ദൾ. അതേ നാട്ടിൽ നിന്ന് തന്നെ RSSന്റെ തണലിൽ അധികാര കസേരയിലെത്തിയ ആളാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ഒഡീഷയായിരുന്നു പ്രധാന കർമ്മമണ്ഡലം. BJPക്ക് കടന്നു ചെല്ലാനാകാത്ത ഒഡീഷയിൽ BJPക്ക് ആദ്യമായി ഭരണം നേടാൻ സാധിച്ചത് ധർമ്മേന്ദ്ര പ്രധാന്റെ നേതൃത്വത്തിലാണ്. ആദ്യം കോൺഗ്രസിനെ അപ്രസക്തമാക്കി BJP അവിടെ മുഖ്യ പ്രതിപക്ഷമായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2024 ഒഡീഷയിൽ ആദ്യമായി BJP അധികാരത്തിലെത്തി. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 21-ൽ 20 സീറ്റും നേടി. മോദി മൂന്നാമതും ഭരണത്തിലെത്തുന്നതിനുള്ള ഒരു പ്രധാന ഘടകമായി ഒഡീഷ മാറി. ഈ വിജയങ്ങളെല്ലാം തന്നെ പ്രധാന്റെ പദ്ധതികളിലൂടെയാണ് ഉണ്ടായത്. ധർമ്മേന്ദ്ര പ്രധാനെ BJP ഒരു മണിമേനായാണ് കാണുന്നത്. അതായത് പാർട്ടിയുടെ ഫണ്ട് റൈസർമാരിലെ പ്രധാനി. RSSന്റെ ആശയങ്ങളിലൂടെ BJPയുടെ സ്ട്രാറ്റജിസ്റ്റായി മാറിയ ഒരാൾ. മോദിയുടെയും അമിത്ഷായുടെയും ഇഷ്ടക്കാരനായ പ്രധാന് 2014-ൽ BJPക്ക് അധികാരം ലഭിച്ചപ്പോൾ തന്നെ വലിയ സ്ഥാനമാനങ്ങൾ ലഭിച്ചിരുന്നു. മത്സരിക്കാതെ രാജ്യസഭാ MP-ആയി നോമിനേറ്റ് ചെയ്യപ്പെട്ട പ്രധാനെ 2014-ൽ തന്നെ പെട്രോളിയം വകുപ്പിന്റെ സഹമന്ത്രിയായും പിന്നീട് 2017-ലെ മന്ത്രിസഭാ പുനഃസംഘടനയിൽ കേന്ദ്രമന്ത്രിയായും മോദി ഉയർത്തി. അതിന് പിന്നിലും കൃത്യമായ അജണ്ടയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം ഒഡീഷയിലെ തീരദേശ മേഖലയിൽ 60,000 കോടി രൂപയുടെ ഒരു പ്രകൃതിവാതക ടെർമിനൽ അദാനിയുടെ സ്വകാര്യ പങ്കാളിത്തത്തോടെ സ്ഥാപിച്ചിരുന്നു. ഇതിന് ചുക്കാൻ പിടിച്ചത് പ്രധാനാണ്. കമ്പനികളുടെ CSR ഫണ്ടുകളിലൂടെയാണ് പ്രധാനമായും പാർട്ടിക്ക് വേണ്ടി പണം നൽകുന്നത്. ന്യൂസ് മിനിറ്റിന്റെ അന്വേഷണത്തിൽ സർക്കാരിന്റെ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ സംഘപരിവാരുമായി ബന്ധമുള്ള 20 സ്ഥാപനങ്ങൾക്കായി 670.97 കോടി രൂപ CSR സംഭാവന ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. സേവാഭാരതി, ഏകൽ വിദ്യാലയങ്ങൾ, സംഘപരിവാർ നടത്തുന്ന ആശുപത്രികൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കാണ് ഈ ഫണ്ടുകൾ എത്തിയത്. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള CSR ഫണ്ടുകൾ വഴി കോടിക്കണക്കിന് രൂപ സംഘപരിവാറിന്റെ പോഷക സംഘടനകളിലേക്ക് എത്തിച്ചയാളാണ് ധർമ്മേന്ദ്ര പ്രധാൻ. നേരത്തെ BJP-യിൽ തന്നെ ധർമ്മേന്ദ്ര പ്രധാനെതിരായി ഒരു വിഭാഗത്തിന്റെ പടയൊരുക്കം നടന്നപ്പോഴും നേതൃത്വം അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. 2019-ൽ ഒഡീഷ BJPയുടെ വൈസ് പ്രസിഡന്റ് രാജ് കിഷോർ ദാസും മറ്റൊരു നേതാവായ സുഭാഷ് ചൗഹാനും പ്രധാനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് രാജിവെച്ചിരുന്നു. പ്രധാനി മാത്രമാണ് ദേശീയ നേതൃത്വം പ്രാധാന്യം നൽകുന്നതെന്നും പ്രധാനിലേക്ക് മാത്രം പാർട്ടി ചുരുങ്ങുന്നുവെന്നും ആരോപണം ഉന്നയിച്ചായിരുന്നു ആ രാജി. ഒഡീഷ BJPയിലെ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും ഇയാൾക്കെതിരെ അതിരൂക്ഷമായി രംഗത്ത് വന്നു. എന്നിട്ടും പ്രധാനെ കൈവിടാൻ അമിത്ഷായും മോദിയും ഒരുക്കമായിരുന്നില്ല. ഇനി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് 12 വർഷത്തെ മോദി ഭരണത്തിൽ എത്ര മന്ത്രിമാർ രാജിവെച്ചു എന്നാണ്. 2015-ൽ മോദി അധികാരത്തിൽ വന്നതിന് തൊട്ടടുത്ത വർഷം ബീഫ് കൈവശം വെച്ചെന്ന പേരിൽ ഹിന്ദുത്വ തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട അഖിലാഖിന്റെ മരണത്തെ ആക്സിഡന്റ് എന്ന് വിളിച്ച് അപമാനിച്ച അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രി മഹേഷ് ശർമ്മയുടെ രാജി ആവശ്യപ്പെട്ട് വലിയ സമരം നടന്നു. മഹേഷ് ശർമ്മ രാജിവെച്ചില്ല. രോഹിത് വെമുലയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ സ്മൃതി ഇറാനിയുടെയും ബന്ദാരു ദത്താത്രേയയുടെയും രാജി ആവശ്യപ്പെട്ടുള്ള സമരവും രാജിയില്ലാതെ അവസാനിച്ചു. കർഷക സമരത്തിലേക്ക് കാർ ഓടിച്ചു കയറ്റി കർഷകരെ കൊലപ്പെടുത്തിയ ആശിഷ് മിശ്രയുടെ പിതാവ് അന്നത്തെ ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്ര തേനിയും രാജിവെച്ചില്ല. ഗുസ്തി താരങ്ങളുടെ വലിയ പ്രക്ഷോഭത്തിന് കാരണക്കാരനായ ബ്രിജ്ഭൂഷൺ സിംഗ് ഇപ്പോഴും BJPയുടെ പ്രധാന നേതാവാണ്. ഈ 12 വർഷം ആകെയുണ്ടായ രാജി കോവിഡ് പടർന്നു പിടിച്ചതിന് പിന്നാലെ ആരോഗ്യമന്ത്രി ഹർഷ് വർദ്ധൻ സ്വയം രാജിവെച്ചത് മാത്രമാണ്. ഏത് ജനകീയ പ്രതിരോധമുയർന്നാലും, തെരുവുകൾ എത്രമാത്രം കലാപമുഖരിതമായാലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഉന്നതരെ ഏത് വിധേനയും സംരക്ഷിച്ചു നിർത്തുമെന്നതാണ് BJPയുടെ രീതി. തലസ്ഥാനത്ത് ഉയരുന്ന പ്രതിഷേധാഗ്നിയിൽ ഇനിയും എത്രനാൾ പ്രധാനമന്ത്രി മൗനം തുടരുമെന്നും എത്രനാൾ വിദ്യാഭ്യാസ മന്ത്രി അധികാരത്തിൽ തന്നെ തുടരുമെന്നും കാത്തിരുന്നു കാണാം.